എന്തോന്നടി എവിടെ പൈസ എടുത്തു മുങ്ങണ്? ഞാൻ മുങ്ങിയില്ലടി. മുങ്ങിയില്ലേ? മുങ്ങിയില്ലേ? പിന്നെ എന്തോ പോണ്? എടി ഞാൻ വാങ്ങിക്കാം, എല്ലാവർക്കും വാങ്ങിക്കാം. ഞങ്ങൾക്കൊന്നും മേടിക്കുന്നു, ഞങ്ങൾക്ക് തോന്നുന്നില്ല. എടി വാങ്ങിച്ചേരി, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ലഹങ്ക വേണം. വാങ്ങിച്ചു ഡീൽ. ഉറപ്പന്നെ? പിന്നെ ഏത് കളർ നോക്കാം? എനിക്ക് ഏതെങ്കിലും ഒരു പേസ്റ്റ് കളർ. മഞ്ഞ മതിയോ? മഞ്ഞ വേണ്ട. പിന്നെ മഞ്ഞ പേസ്റ്റിൽ നല്ലതല്ലേ? അത് വേണ്ട. പിന്നെ അത് ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഗോൾഡ് സെലക്ട് ചെയ്തെടുക്കാം. എന്നെയും കൂടെ കാണിച്ചാൽ മതി. നിന്നെ കാണിക്കണോ? കാണിക്കാം. എടി പങ്ക, നീ പോയി നിന്റെ അപ്പൂന് എന്ത് വേണം, നിനക്ക് എന്ത് വേണം, നിന്റെ അപ്പച്ചിക്ക് എന്ത് വേണം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഫോണിൽ അയച്ചോ. എല്ലാം വാങ്ങി എന്ത് വിശ്വാസമില്ല. എന്നാ ഇപ്രാവശ്യം വിശ്വാസം വരും നോക്കൂ. അപ്പച്ചി എന്തോ ചെയ്യണ? എന്തോ ചെയ്യണ? ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തോണ്ടിരിക്കണ്. തുടങ്ങിയാ? പിന്നല്ലാതെ നീയാ? ഞാൻ എപ്പോഴേ ബുക്ക് ചെയ്ത്. എപ്പോ? ഞാൻ പറഞ്ഞു ലെഹങ്കയുടെ കാര്യം പറഞ്ഞില്ലേ, പേസ്റ്റൽ കളർ. പേസ്റ്റൽ കളർ. ഇടി ആകെ 2500 രൂപയാണ്. ഞാൻ പറഞ്ഞേക്കാം, അതിലൊന്നും തികയൂല. തികയൂലേ? പിന്നല്ലാതെ എന്റേതൊന്നും എടുക്കല്ലേ. അത് എനിക്ക് 2 വേണം ചുരിദാറ്. 2 ചുരിദാറാ? ഞാൻ ആദ്യമേ പറഞ്ഞാണല്ലോ. അത് ഒരെണ്ണം ആക്ക്. പറ്റൂല. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാ? എനിക്കറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യാം. അപ്പൂന്റെ അടുത്ത് വന്നിട്ടേ അപ്പൂന് ഏതൊക്കെ ഡ്രസ്സ് വേണമെന്ന് ചോദിക്കാം. എന്നിട്ട് അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന കാശ് എന്റെയിലോട്ട് ഞാൻ ഇസ്കും. അതെങ്ങനെ ശരിയാവും? എല്ലാവർക്കും തുല്യമായിട്ടല്ലേ പൈസ തരണത്? അയ്യോ, അതുകൊണ്ട് അങ്ങനെ നീ എടുക്കാൻ പാടില്ല. അത് ശരിയല്ല. ഞാൻ ശരിയാക്കി എടുത്തോളാം. എന്റെ ഐഡിയയിലെ ഞാൻ ശരിയാക്കി എടുത്തോളാം. എന്തൊരു കഷ്ടമാണ്. അപ്പൊ അവൾക്ക് കൂടുതൽ പൈസ കിട്ടുമ്പോ അവൾക്ക് നല്ല ഉടുപ്പ് കിട്ടൂലേ? അപ്പൊ ആ ഐഡിയ എനിക്കും പ്രയോഗിക്കാമല്ലോ. അപ്പോേ ചിങ്ങത്തിലെ ഏതൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടെന്നൊന്ന് പറയോ? ഒരു 3-4 എന്ത് വെക്കല? ഡ്രസ് സെലക്ട് ചെയ്യണ്ടേ നമുക്ക്? എനിക്ക് ജുബൈ മുണ്ട് മതി. ജുബൈ മുണ്ടുവാ? ഇങ്ങനെ എല്ലാത്തിനും ജുബൈ മുണ്ടൊന്നും ഇടാൻ പറ്റില്ല. എന്റെ പൊന്നപ്പോ ഓരോ ഫംഗ്ഷനും അതിന്റേതായ രീതിയിൽ വേണം നമ്മൾ ഒരുങ്ങാൻ. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സുമായിട്ട് പുറത്തോട്ട് പോവാണെങ്കിൽ ഒരു ടൈപ്പ് ഡ്രസ്സ്, കാമുകിയായിട്ട് പുറത്തോട്ട് പോവാണെങ്കിൽ വേറെ ടൈപ്പ് ഡ്രസ്സ്. ഇപ്പൊ നമ്മള് സ്കൂളിൽ പോകുമ്പോ നമ്മള് യൂണിഫോം ഇടൂലേ, പുറത്ത് പോകുമ്പോ നമ്മൾ അതാണ് ഇടണേ, വേറെ കളർ ഡ്രസ് ഇടും. അതേപോലെ തന്നെ നമ്മള് അമ്പലത്തിൽ പോകുമ്പോ ഒരു ഡ്രസ് ഇടും അല്ലേ? അതേപോലെ ഏതെങ്കിലും മരണ വീട്ടിൽ പോകുമ്പോ അതേ ഡ്രസ് ഇടും. ഏതെങ്കിലും കിട്ടുണ്ടോ? അതുപോലെയാണ് എല്ലാം. മനസ്സിലായി? നമ്മൾ ഓരോന്നിനും ഓരോ ഡ്രസ് എടുക്കണം. ഇപ്പൊ ഫംഗ്ഷൻസ് ഏതൊക്കെ ഉണ്ടെന്ന് പറ. ജോണിയുടെ മോളെ കല്യാണം ഉണ്ട്. ജോണിയുടെ മോളുടെ കല്യാണം? ക്രിസ്ത്യൻ വെഡിങ് സെറ്റാക്കാം. ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കുറിച്ചെടുത്തോട്ടെ. ക്രിസ്ത്യൻ വെഡിങ്. അടുത്തത് നമ്മുടെ നാട്ടിൽ അവിടെ ഒരു യൂത്ത് ക്ലബ് ഉണ്ട്, അതിന്റെ വാർഷികമാണ്. അത് ആ ഫംഗ്ഷൻ എനിക്ക് പങ്കെടുക്കണം. യൂത്ത് ക്ലബ് എന്ന് പറയുമ്പം യങ് വൈബ്. സെറ്റാക്കാം. യൂത്ത് ക്ലബ്. അടുത്തത് എന്റെ സ്നേഹിതന്മാരെല്ലാം കൂടെ ചേർത്ത് ഒരു ഒത്തുകൂടൽ. വെള്ളമടി പാർട്ടി. ചില്ലിംഗ് വിത്ത് ഗൈസ്. സെറ്റാക്കാം. ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ എല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കൊണ്ട് രാമങ്ങളുടെ കൊടുക്കാം. രാമങ്ങളെല്ലാം സെറ്റാക്കാം. ഇന്ന് വരും പറഞ്ഞില്ലല്ല. ഹലോ, GK പാഴ്സൽ സർവീസ് അല്ലേ? ഒരു പാഴ്സൽ ഇപ്പൊ കൊണ്ടുവരാൻ നിങ്ങൾ ഇപ്പൊ കുറച്ച് മുമ്പ് വിളിച്ചിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ല. ഓർഡർ നമ്പറാ 451920. ഇറങ്ങി എന്ന് പറഞ്ഞ് അത് നേരത്തെ തന്നെ വിളിച്ച് ഞാൻ കുറെ സമയത്ത് വീടിന്റെ വെളിയിൽ ഇരിക്കുകയാണ്, ഇതുവരെ കാണുന്നില്ല. ഒരു മിനിറ്റ്. നിങ്ങളെ വണ്ടിയാണെന്നോണ്ട് പറഞ്ഞ. ശരി. ഓക്കെ. OTP. താങ്ക് യു. അടിപൊളി. പെട്ടെന്നല്ലേ?
ഞാൻ അത് കുടിക്കട്ടെ. എനിക്ക് കുടിക്കാൻ പറ്റില്ല. സൂപ്പർ കളറാണല്ലോ. ഇത് അടിപൊളിയാട്ടോ ഇത്. എന്റെ എവിടെ അതില് അച്ഛൻ്റെ അച്ഛൻ്റെ സാധനം അച്ഛൻ പൊട്ടിക്കിട്ടു. അച്ഛന് ഇഷ്ടപ്പെടുന്നു. അപ്പൊ എന്റെ എവിടെ? നിന്റെ അത് ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. 2 ദിവസത്തിനകത്ത് വരും. പിങ്കിയുടെ അവളുടെ വരും. എന്നാലും എപ്പോ വരും? എന്തോ എന്റെ അച്ഛൻ്റെ ഇപ്പൊ വന്നു. നിങ്ങളത് ഉടനെ വരും. ക്രിസ്മസിന് മുമ്പ് ഇങ്ങെത്തും. ക്രിസ്മസാ? അല്ല ഓണക്കോടിയായിട്ടല്ലേ അത് വാങ്ങിച്ചത്. ഓണത്തിന് ഇനി സമയമില്ലേ ചേട്ടാ? ഓണത്തിന് ഇടാനല്ലേടി അത് വാങ്ങിച്ചത്. ഇനി അപ്പോഴേ കിട്ടുള്ളൂ. ഓ എന്തായാലും മാമനെ വിളിക്കട്ടെ. ഓ എന്തിന് കൊടുക്കണ്ടേ അപ്പൊ? അത് മാമാ മാമാ ഓടിപ്പാ. അയ്യോ വന്നാ? ഓ എന്റെ ലെഹങ്ക എവിടെ? ലെഹങ്ക ലെഹങ്ക പരിപാടി വരും. എവിടെ നിന്റെ ചിന്നിന്റെ ഒരുമിച്ച് വരും. അച്ഛാ ഇതെങ്ങനെ ഉണ്ട് അച്ഛാ? എനിക്ക് നിനക്കാ കൊള്ളാടെ അടി പൊളിയായിരിക്കണല്ലേ. അപ്പൊ എനിക്ക് വാങ്ങിച്ചില്ലേ? പിന്നെ അടിയിരിക്കുന്നു കണ്ട ഇതാ. അച്ഛാ ഞാനിത് കഷ്ടപ്പെട്ട് വെറൈറ്റി ആയിട്ട് നോക്കിയെടുത്തു അച്ഛന് വേണ്ടി. ബോഡി ഫിറ്റ് ആണ്, ബോഡി ഫിറ്റ്. ഇതെന്തോന്നല്ല ഇത്? എന്നെ കുടിച്ചിട്ട് കൂടാനാ? എന്താ ഇത് ഗദറാണ് അച്ഛാ. ഗദർ. ഗദറ അല്ല കദർ. അപ്പൂന് 3 ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഒരു ഡ്രസ്സല്ലേ ഉള്ളൂ? ബാക്കി 2 കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. അതേത് കളറ്? വെള്ള തന്നെ. 3 ഒരേ കളറാ? അല്ല ഡിസൈൻ വ്യത്യാസമുണ്ട്. ഡിസൈനാ? ഓ ഉണ്ടിന്റെ കറ വര കര. ഒന്ന് നീല, ഒന്ന് ചുമപ്പ്, ഒന്ന് കറുപ്പ്. എന്നെ അച്ഛൻ എവിടെ പോയാലും വെറൈറ്റി ആയിട്ട് നിൽക്കണം, വേറിട്ട് മാറിക്കണം. ഇങ്ങനെ തൊട്ട് നോക്ക്. എന്തൊരു പറഞ്ഞ ക്വാളിറ്റി ഇത്. ചുമ്മാ അച്ഛാ ഇവക്കൊന്നും അറിഞ്ഞൂടാ. ഇതെന്തിന്? എനിക്ക് സന്യസിക്കാൻ പോകാനാ. സന്യസിക്കാതെ പറ്റൂലല്ലോ. കാവ്യയില്ലേ? 5000 രൂപ ഞാൻ വാങ്ങിച്ചത്. പിങ്കി നീ അച്ഛൻ്റെ വല്ല ഫാഷനൊക്കെ പറഞ്ഞ അച്ഛൻ നീയുടെ ഒട്ടും ഡ്രസ്സിംഗ് സെൻസ് ഇല്ല. നീ വല്ല മാഗസിൻ വല്ല വാങ്ങിച്ചു കൊടുക്കും. എന്തോ അങ്കിളെ, അങ്കിളിനെ കൊണ്ട് തോറ്റല്ല നമ്മള്. അങ്കിൾ അപ്പൂന്റെ പൈസയും കൊണ്ട് അങ്കിൾ നല്ല ഡ്രസ്സ് മേടിച്ചല്ലേ? അപ്പൂനും ഒരു കൂതറ ഡ്രസ്സും. എന്താണത്? അപ്പൊ നീ എന്നെ പറ്റിക്കാൻ നോക്കണല്ലേ? എന്നാ നിന്റെ ഒരു കൂതറ കൂണി കൊണ്ടുപോ. എനിക്ക് വേണ്ട, എന്റെ പൈസ തിരിച്ചറിയണം. അവിടെ ഞാൻ പറഞ്ഞില്ലാന്നാണ്. എന്റെ പേസ്റ്റൽ കളർ ലെഹങ്ക. നിന്റെ പേസ്റ്റൽ കളർ. ഇങ്ങനെ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. വഞ്ചക. ഞാൻ കാര്യം ചോദിക്കട്ടാ, എന്ത് ഉദ്ദേശമാണ് ചേട്ടൻ വെള്ളം വാങ്ങിച്ചത്? മാമ എന്താ സ്കൂൾ കുട്ടി അസംബ്ലിക്ക് പോണ? ഇങ്ങനെ ഒരു മനുഷ്യൻ. എന്റെ ചുരിദാർ ഗോപി എന്നെ ഇങ്ങനെ ഇരുന്നോ?